ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണഗതിയിൽ ഒത്തിരി ചിമ്മിണികൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഭിത്തിയിൽ വെക്കുന്ന ചിമ്മിണികൾ, അല്ലെങ്കിൽ ഐലൻഡ് ചിമ്മിണികൾ, സർക്കിൾ ഐലൻഡുകൾ, അങ്ങനെ ഒരുപാട് മോഡലുകൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പുതിയതായിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത് എലീക്കയുടെ ഗ്ലേസിയർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഈ മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു സീലിങ്ങിൽ ലൈറ്റ്, അതായത് ഒരു സീലിങ്ങിൽ ലൈറ്റ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ലൈറ്റ് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഒരു നോർമൽ ഹൈറ്റിലല്ല വെക്കുന്നത്, കുറച്ച് ഹൈറ്റ് കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് കൈയെത്തിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് റിമോട്ടിലാണ് നമുക്ക് അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചിമ്മിണിനൊന്ന് കാണിച്ചു തരാം, ഏകദേശം എന്താണ് അതിൻ്റെ ആ ഒരു സെറ്റപ്പ് എന്നുള്ളത്. ഇതാണ് ആക്ച്വലി ചിമ്മിണി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു സർഫേസ് എല്ലാം കണ്ടില്ലേ, ഇതിനകത്തൊരു 4 ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു 2 ഗ്ലാസ് പോർഷൻ നമുക്ക് ഇതിപ്പം താഴെ വെച്ചേക്കുന്നതാണ്. സീലിങ്ങിൽ വെക്കുന്നതിന് മുമ്പുള്ളൊരു വീഡിയോ ആണിത്. ഇത് നമുക്ക് ഇതിൻ്റെ അടിഭാഗം നോക്കി അറിയാൻ പറ്റും. ഇതല്ലേ, ഇത് ഇത്രയും ഭാഗം നമുക്ക് സീലിങ്ങിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതാണ്. ഇതിൻ്റെ ഡെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഭാഗത്തു നിന്നാണ് പുറത്തേക്ക് എയർ ഔട്ട്ലെറ്റ് ഡെക്റ്റിംഗ് പുറത്തേക്ക് പോകുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു 2 ഗ്ലാസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സർവീസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം, അല്ലാണ്ട് നമ്മളിത് ഓപ്പൺ ചെയ്ത് വെച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു 4 ഫിൽറ്റർ വരുന്നുണ്ട്. കാസറ്റ് ഫിൽറ്ററാണ് വരുന്നത്, അത് അലൂമിനിയം മെഷ് ടൈപ്പ് ഫിൽറ്ററാണ്. ഈ ഒരു ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ മോട്ടർ ഇരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഇതാണ് ഇതിൻ്റെ മോട്ടർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗങ്ങൾ കാണുന്നത് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് 4 ലൈറ്റ് വരുന്നുണ്ട്. ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും LED ലാമ്പാണ്. ഇവിടെ ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് മാഗ്നറ്റാണ്. ഈ ഡോറ് ഇതുമേലാണ്, ഈ മാഗ്നറ്റ് മേലാണ് ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അതായത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ട് പിടിച്ച് നിൽക്കാനുള്ള മാഗ്നറ്റ് ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി വരുന്നത്. 4 ലൈറ്റാണ് വരുന്നത്. ഇതിൻ്റെ കൺട്രോൾ ഭാഗങ്ങളെല്ലാം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് 4 സ്വിച്ചും നടുക്കൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് ഇത് സ്റ്റാൻഡ് ബൈ അല്ലെങ്കിൽ പവർ ഓൺ ആക്കുന്ന ഒരു ബട്ടണാണ്. ഇത് ഓൺ ആക്കിക്കുമ്പോൾ ഫസ്റ്റ് 1ാമത്തെ സ്പീഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ഓണായിട്ടുണ്ട്. സെക്കൻഡ് സ്പീഡ് നിൽക്കാനായിട്ട് നമ്മൾ ഈ തൊട്ടടുത്ത ബട്ടണിൽ 2 നിൽക്കുമ്പോൾ സെക്കൻഡ് സ്പീഡ്, തേർഡ് സ്പീഡ്. ഇതിപ്പോൾ ഇത്രയും സൗണ്ട് ഫീൽ ചെയ്യുന്നതിൻ്റെ കാര്യം വേറെ പൈപ്പൊന്നുമില്ല. ഇതിൻ്റെ താഴെ അതിൻ്റെ എയർ ഫ്ലോ ഡയറക്റ്റ് താഴെ അടിക്കുന്നതുകൊണ്ടിട്ടാണ്. തൊട്ടിപ്പുറത്തെ ബട്ടൺ എന്ന് പറയുന്നത് ഒരു 4 ലൈറ്റാണ്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടൊരു 4 ലൈറ്റാണ്. അപ്പോൾ ഇത് കൂടുതലും നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ കിച്ചൺ ചെയ്തിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്ന വീടുകളിലാണ് കൂടുതൽ ഇങ്ങനത്തെ ചിമ്മിണികൾ വെക്കുന്നത്. അപ്പോൾ സീലിങ്ങിൽ നിന്നുള്ള ആ ഒരു ലൈറ്റിൻ്റെ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചിമ്മിണി നമ്മൾ വെക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ടൈമർ ബട്ടൺ ഉണ്ട്. നമുക്കൊരു 6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ആകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടൈമറിൻ്റെ ബട്ടൺ വെക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് തിരിച്ചു വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഭാഗത്ത് 4 ഭാഗത്തായിട്ട് ഇതിൻ്റെ ഒരു ഫ്രെയിം വരുന്നുണ്ട്. അതിനകത്തെല്ലാം ഇതിൻ്റെ അക്സസറീസ് എല്ലാം തന്നെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഈ ഒരു 4 കോർണറിലാണ് ഇതിൻ്റെ ക്ലാമ്പ് വരുന്ന അല്ലെങ്കിൽ ഫിറ്റിംഗ് വരുന്നത്. ഇത് 4 നമ്മൾ നേരെ ഡയറക്റ്റ് സീലിങ്ങിലോട്ട് കണക്ട് ചെയ്യുകയാണ്. ആ സീലിങ്ങിലോട്ട് കണക്ട് ചെയ്തിട്ട് ഇതാണ് അതിൻ്റെ ടോപ്പ് ഭാഗം. ഇത് അടിവശം കംപ്ലീറ്റ് സീറ്റിംഗ് ആയിട്ട് നിൽക്കും. നമുക്കൊരു ലൈറ്റ് നിൽക്കുന്നൊരു അതൊരു നല്ല ഭംഗിയുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ എയർ ഔട്ട്ലെറ്റ് വരുന്നത് ഇതാണ്, 6 ഇഞ്ച് പൈപ്പാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചാർക്കോളിലും നമുക്ക് കൺവെർട്ട് ചെയ്യാം. പൈപ്പ് ഇടാതെ ചാർക്കോളിലേക്ക് നമുക്ക് കൺവെർട്ട് ചെയ്യാം.